السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയ പ്രാർത്ഥനകൾ മഹാന്മാരാകുന്ന മുഹദ്ദിസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ജീവിതത്തിലെല്ലാ നിലക്കുള്ള സംരക്ഷണത്തിന് വേണ്ടി, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, ജീവിത മാർഗങ്ങളിൽ വലിയ ബറക്കത്തുണ്ടാവാൻ വേണ്ടി, ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുകയും നമുക്കത് നടത്താനുള്ള പ്രചോദനം നൽകുകയും ചെയ്തതായ ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു മുത്തബി ഹുസ്നായ ഇബ്നു ഉമർ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർകൾ പറയുന്നുണ്ട്, ഹബീബ് സയ്യിദുൽ വജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒരിക്കലും ഒഴിവാക്കാതെ നിത്യമായി പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നിന്നോട് ഞാൻ വിട്ടുവീഴ്ച ചോദിക്കുന്നു. സംഭവിച്ചുപോയ പാപങ്ങളൊക്കെ നീ എനിക്കത് വിട്ടുവീഴ്ച ചെയ്തു തരണം, മാപ്പ് തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ വിനയം അള്ളാഹുവിൻ്റെ മുമ്പിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഒരിക്കലും അവിടെ തെറ്റ് ചെയ്ത ആളല്ല, തെറ്റ് സംഭവിച്ച ആളല്ല. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടുന്ന ശുക്ർ കുറഞ്ഞുപോയോ എന്ന് തോന്നലുണ്ടായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ വിനയത്തോടുകൂടെ പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണം, ആഫിയത്ത് തരണം ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ ഫീ ദീനി വ ദുനിയായ, അള്ളാഹു എൻ്റെ ദീനിൻ്റെ വിഷയങ്ങളിൽ, എൻ്റെ ദുനിയാവിൻ്റെ വിഷയങ്ങളിലൊക്കെ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം, എനിക്ക് നീ ആഫിയത്ത് തരണം. വ അഹ്ലി, എനിക്ക് മാത്രം പോരാ, എൻ്റെ അഹ്ലുകാർ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ തുടങ്ങി എന്നെ ആശ്രയിച്ച കഴിയുന്നവരൊക്കെയുണ്ടോ അവർക്കും നീ പറയപ്പെട്ടതുപോലെ വിട്ടുവീഴ്ചയും ആഫിയത്ത് നൽകണം. വമാലി, അള്ളാഹു എൻ്റെ സമ്പത്തിൽ, എൻ്റെ കൃഷിയിൽ, എൻ്റെ കച്ചവടങ്ങളിൽ, എൻ്റെ മറ്റ് ജോലികളിൽ, ഞാൻ ജീവിതമാർഗങ്ങളുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, ഏതെല്ലാം നിലയ്ക്ക് സമ്പത്തുകളുണ്ടോ അതിലൊക്കെയും പറയപ്പെട്ടതുപോലെ നീ വലിയ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ വലിയ ആഫിയത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണം. അള്ളാഹു മുസ്തർ ഔറാത്തി, അള്ളാഹുവെ എൻ്റെ ന്യൂനതകളൊക്കെ നീ മറച്ചു വെക്കണേ. ആമിൻ ആത്തി, ഞാൻ ഭയപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം എനിക്ക് നീ നിർഭയത്വം നൽകണമേ. അല്ലാഹുമ്മ ഹ്ഫദ്നി, അല്ലാഹു എന്നെ നീ സംരക്ഷിക്കണമേ. മിൻ ബൈനി യദയ്യ, എൻ്റെ മുന്നിൽ നിന്നും, അമിൻ ഖൽഫി, എൻ്റെ പിന്നിൽ നിന്നും, വഅൻ യമാനി വഅൻ ശിമാലി, എൻ്റെ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും, അമിൻ ഫൗഖി, എൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന എന്തൊക്കെ ആഫത്ത് മുസീബത്തുകളുണ്ടോ അതിൽ നിന്നെല്ലാം വലിയ സംരക്ഷണം, വലിയ കാവൽ എനിക്ക് നീ നൽകണേ. അല്ലാഹ് വഅഊദു ബിഅളമതിക, നിൻ്റെ മഹത്വം കൊണ്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അൻഉഖ്താല മിൻ തഹ്തി, എൻ്റെ താഴെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അപകടങ്ങൾ, ഭൂമി പിടിച്ചു വീങ്ങൽ, ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടൽ തുടങ്ങിയ എന്തെല്ലാം ആഫത്തുകൾ മുസീബത്തുകൾ ഭൂമിയുടെ അടിഭാഗത്തുണ്ടാകുന്നുണ്ടോ അതിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയും വൈകുന്നേരവും ദിവസവും നടത്തിയിരുന്നതായി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. നമുക്കും ഇത് പതിവാക്കാൻ തൗഫീഖ് ഉണ്ടാവണം, അതിന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പതിവാക്കുക വഴി എല്ലാ നിലക്കുള്ള സംരക്ഷണവും റബ്ബിൻ്റെ ഭാഗത്തുനിന്നും നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹു അവൻ്റെ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ മുത്ത് ഹബീബിനെ പിൻപറ്റി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.